വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സ്നേഹ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ 30s അല്ലെങ്കിൽ മെൻസ് ആണ്, വുമൻസ് ആണ്, ആരും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ നിങ്ങൾക്കൊരു ന്യൂ സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു 6 സ്റ്റെപ്പ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ അഫോർഡബിൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീൻ ഫോം ചെയ്യാം എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഫേസ് ഒന്നും ക്ലീൻ ചെയ്യാതെ എത്ര നല്ല ബ്രാൻഡിൻ്റെ സിറമായാലും മോയ്സ്ചറൈസർ ആയാലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യാതൊരുവിധ എഫക്റ്റും തരില്ല. അപ്പം നിങ്ങളിപ്പോൾ സോപ്പാണ് ഉപയോഗിക്കുന്നത്. മിക്ക ടീനേജേഴ്സ് ആയാലും ആരായാലും ഉപയോഗിക്കുന്നത് സോപ്പായിരിക്കും. അപ്പോൾ ഈ ടീനേജേഴ്സ് എപ്പോഴും സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യുക. അതായത് സോപ്പിന് pH ലെവൽ കൂടുതലാണ്. അതായത് നമ്മുടെ ഫേസിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറും അതുപോലെ ഓയിൽ, സിബം അല്ലെങ്കിൽ സെബം കാര്യങ്ങളൊക്കെ ഈ ഒരു സോപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ആയിട്ട് എടുക്കും. അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾ ഫേസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഭയങ്കര ഡ്രൈ ആയ പോലെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മോർണിംഗിൽ എപ്പോഴും ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഫേസിലെ സെബം ഓയിലൊക്കെ വല്ലാണ്ട് വലിച്ചെടുക്കാതെ, പക്ഷെ നമ്മുടെ ഫേസിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഇത്. സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ആക്കി വെക്കത്തില്ല. ഇപ്പം എൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര ഓയിലി സ്കിന്നാണ്. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഫേസിലെ ആവശ്യമില്ലാത്ത ഓയിലും കാര്യങ്ങളൊക്കെ ഇത് റിമൂവ് ആക്കുന്നുണ്ട് എന്ന് കരുതി ഭയങ്കര ഡ്രൈ ഔട്ട് ആക്കുന്നില്ല. ഇത് ടീനേജേഴ്സിനായാലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫേസ് വാഷാണ് സിമ്പിളിൻ്റെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സെറ്റാഫിലിൻ്റെ ജെന്റിൽ ക്ലെൻസർ ആണ്. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ആക്കി വെക്കത്തില്ല. അപ്പോൾ ഫേസ് വാഷിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എപ്പോഴും മോർണിംഗിൽ ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏത് ബ്രാൻഡിൻ്റെ ആയാലും ഭയങ്കര ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ഔട്ട് ആക്കി വെക്കുന്ന ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിക്കുന്ന ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. പലരും തന്നെ അവോയ്ഡ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ടോണർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു ടോണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അതായത് ടോണർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ pH ലെവൽ കീപ്പ് ചെയ്തിട്ട് ആ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ത്രൂ ഔട്ട് ആ ഒരു ഡേയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടോണർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡ്രൈ ഔട്ട് ആക്കി വെക്കാതെ ആ ഒരു ഹൈഡ്രേഷൻ അത് ആ ഒരു ഡേ ഫുൾ അത് കീപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടോണറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലമ്മിൻ്റെ ഈ ഒരു റോസ് വാട്ടർ ടോണർ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റൈസ് വാട്ടറിൻ്റെ പ്ലമ്മിൻ്റെ ടോണറും വളരെ നല്ലതാണ്. അപ്പോൾ ഈ റോസ് വാട്ടറിൻ്റെ ടോണറൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കിന്ന് നല്ലതായിരിക്കും. പക്ഷേ ഒരിക്കലും ഈ മാർക്കറ്റ് അല്ലെങ്കിൽ കടകളിലൊക്കെ കിട്ടുന്ന ഈ ഡാബറിൻ്റെ ഒക്കെ റോസ് വാട്ടർ ടോണർ ആയിരിക്കും മിക്ക ടീനേജേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡ്രൈ ഔട്ട് ആക്കും. നിങ്ങൾക്ക് കൂടുതൽ ടൈനി ബംസ് ഒക്കെ വന്നിട്ട് ഫേസിൽ കൂടുതൽ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഫേസ് ആ ഒരു ലുക്ക് അങ്ങ് തന്നെ മാറ്റിയെടുക്കും. അപ്പം അങ്ങനത്തെ റോസ് വാട്ടർ നിങ്ങൾ യൂസ് ചെയ്യാതെ നല്ല ബ്രാൻഡ്സിൻ്റെ തന്നെ റോസ് വാട്ടർ, അതായത് കൂടുതൽ കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് ആയിട്ടില്ലാത്ത ടോണേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് സിറമാണ്. അപ്പോൾ ടീനേജേഴ്സ് കൂടുതൽ സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 18, 19, 20 വയസ്സുള്ള ആളുകൾക്കൊക്കെ സിറം
യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിറത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. കാരണം വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ UV ഡാമേജ് നൽകി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ടാനിങ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നല്ലൊരു വൈറ്റമിൻ സി ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. കാരണം അത് ഓയിൽ ബേസ്ഡ് അല്ല, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ കൂടുതലും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഫേസ് ഭയങ്കര ഗ്രീസി ലുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഭയങ്കര തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സിറമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് രാവിലെ തന്നെ ഭയങ്കര ഗ്രീസി ലുക്ക് ആയിരിക്കും. അപ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറംസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം ചില ആളുകൾക്ക് എത്ര നല്ല ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിരുന്നാലും അവരുടെ മുഖത്ത് ചിലപ്പോൾ ബ്രേക്ക്ഔട്ട്സ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്കുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ നയാസൈനിമൈഡിൻ്റെ സിറം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓർഡിനറിയുടെ നയാസൈനിമൈഡിൻ്റെ സിറം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് നയാസൈനിമൈഡ് എന്ന് പറയുന്നത് ഒരു ഓൾ റൗണ്ടറാണ്. അതായത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് ടാനിങ് ഒക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഓർഡിനറിയുടെ സിറമാണ്, പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ നയാസൈനിമൈഡിൻ്റെ സിറമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വൈറ്റമിൻ സി എപ്പോഴും നിങ്ങൾ മോർണിംഗിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ വൈറ്റമിൻ സി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നയാസൈനിമൈഡ് യൂസ് ചെയ്യുക. നയാസൈനിമൈഡ് നമുക്ക് നൈറ്റും മോർണിംഗിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. അപ്പം നിങ്ങൾ സിറം ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. അത് നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പം ചില ഓയിലി സ്കിന്നുള്ള ആളുകളുടെ ഒരു വിചാരമാണ്, നമുക്ക് ഓയിലി സ്കിൻ അല്ലേ, നമ്മൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഒന്നാമത് ഓയിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അത് കൂടുതൽ ഓയിൽനെസ് ഒക്കെ കൂട്ടും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ഒരു മസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ മോർണിംഗിൽ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ്, എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ വേണം എന്നാലേ എൻ്റെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ കിട്ടൂ എന്നുള്ളൊരു ചിന്ത തെറ്റാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് മോർണിംഗിൽ നല്ലത്. കാരണം ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഭയങ്കര ഗ്രീസി ലുക്ക് അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ടീനേജേഴ്സിനായാലും തുടക്കക്കാർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മുടെ പോൺസിൻ്റെ ഈ ഒരു ലൈറ്റ് സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറയുന്നത്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ മുഖം ഭയങ്കര ഗ്രീസി ആയിട്ട് വെക്കത്തില്ല. അപ്പം ടീനേജേഴ്സിനാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ വന്നിട്ട്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. കാരണം ഇത് ഒരു മാറ്റ് ലുക്കായിട്ട് തരുന്നത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു മാറ്റ് ലുക്ക് തരും, ഭയങ്കര ഗ്രീസി ലുക്കൊന്നും ആക്കി വെക്കത്തില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഏത് ബ്രാൻഡും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യരുത്. അതെപ്പോഴും അവോയ്ഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അത് ലിക്വിഡ് മോയ്സ്ചറൈസർ ആണ്. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് ആ ഒരു ഗ്രീസി ലുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മോയ്സ്ചറൈസേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ലിപ് ബാം നമുക്ക് അവൈലബിൾ ആണ്. ടിൻറ്റഡ് അല്ലാത്തത്, അല്ലാതെ പ്ലെയിൻ ലിപ് ബാം, എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ കുറേയൊക്കെ ലിപ് ബാം യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയിട്ട് എന്നുള്ളത് തോന്നുന്നത് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലിപ് ബാം എപ്പോൾ ചൂസ് ചെയ്യുമ്പോഴും മോർണിംഗിൽ എപ്പോഴും SPF ഉള്ള ലിപ് ബാം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നൈറ്റിൽ ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യുന്ന പോലെയല്ല മോർണിംഗിൽ നമ്മുടെ ചുണ്ടിനും കൂടെ സൺ പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ എപ്പോഴും SPF ഉണ്ടോ നിങ്ങളുടെ ലിപ് ബാമിൽ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഒരു ഡീകൺസ്ട്രക്റ്റഡ് ലിപ് ബാം വന്നിട്ട് ഭയങ്കര പ്ലെയിൻ ആണ്. നിങ്ങൾക്ക് ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും ഇത് ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഇത് കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ടിൻറ്റഡ് അല്ല, ഇത് വൈറ്റ് പ്ലെയിൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ്
റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ദേഗയുടെ ഒരു ബീട്രൂട്ട് ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് ചെറുതായിട്ട് ടിൻഡർ ആണ് വരുന്നത്. ഇത് അതുപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പിങ്കിഷ് ഷെയ്ഡാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് മോർണിംഗിൽ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ SPF ഉള്ള ലിപ് ബാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ ഇത് ഉപയോഗിച്ചാലും മതി. നിങ്ങൾക്ക് ഒരു ടിൻഡർ ലുക്ക് മാത്രം ആവശ്യമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ നൈറ്റ് ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ഭയങ്കരമായിട്ട് ഹൈഡ്രേഷൻ തരും കേട്ടോ. നിങ്ങളിപ്പോൾ രാവിലെ ഉപയോഗിക്കുകയാണെങ്കിലും കുറേ നേരത്തേക്ക് ഇതിനൊരു ഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ലിപ് ബാം ചൂസ് ചെയ്യുമ്പോൾ മോർണിംഗിൽ SPF ഉള്ള ലിപ് ബാം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ടിൻഡഡ് വേണമെങ്കിൽ ടിൻഡഡ് ലിപ് ബാം ചൂസ് ചെയ്യുമ്പോഴും അതിൽ SPF ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. അതായത് നിങ്ങളിപ്പോൾ മോർണിംഗിൽ സിറം മോയ്സ്ചറൈസർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും സൺസ്ക്രീൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ്. കാരണം നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര വെയിൽ, പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെയിലിൻ്റെ ഇത് കാരണം UV ഡാമേജ് ഒക്കെ ഉണ്ടായി നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ടാൻ അടിക്കാനും കൂടുതലായിട്ട് ഏജിങ് ഒക്കെ പെട്ടെന്ന് നടക്കാനായിട്ട് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മോർണിംഗിൽ സൺസ്ക്രീൻ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീൻ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വിഷ് കെയറിൻ്റെ വാട്ടർമെലൻ്റെ സൺസ്ക്രീൻ നല്ലതാട്ടോ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഭയങ്കര ഗ്രീസി ലുക്കൊന്നും തരുന്നില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇതും ഭയങ്കര ഗ്രീസി ലുക്ക് തരുന്നില്ല. അത് SPF 55++ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ അത്രയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ SPF 50 മേലെയുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രീസി ലുക്ക് തരുന്ന സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. പിന്നെ ചിലരുടെ കൺഫ്യൂഷനാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഫോണ്, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലൂ റേസ് ഒക്കെ കാരണം നമുക്ക് പെട്ടെന്ന് വ്രിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിലൂടെ ഇതൊരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പുറത്ത് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കൂടുതൽ സൺ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അത് കാരണം നിങ്ങൾ പുറത്ത് പോകുമ്പം ഒരു 3 to 4 hours കൂടുമ്പം നിങ്ങൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വീട്ടിലായിരിക്കുമ്പോൾ അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡോട്ടൻകീയുടെ സൺസ്ക്രീൻ ബെസ്റ്റാണ്. അതുപോലെ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ അക്കോലോജിക്കയുടെ ഒക്കെ സൺസ്ക്രീൻ ആണ് ചൂസ് ചെയ്യുക. അതും നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പോൾ ഡോട്ടൻകി ആണെങ്കിൽ ടീനേജേഴ്സിനും അതുപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 6 സ്റ്റെപ്പ് വരുന്ന മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ബ്രാൻഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് വന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്നതും അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പം നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഈ എല്ലാ പ്രൊഡക്ട്സും തന്നെ നിങ്ങൾക്ക് നൈക്കയിലും പർപ്പിളിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടീനേജേഴ്സിനായാലും സ്കിൻ കെയർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായാലും ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ.